ഈ അധ്യാപകന്മാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ പത്രക്കുറിപ്പ് കൊടുക്കുകയും ഇന്നലെ രണ്ടാമത്തെ അധ്യാപികരുടെ വിവരം കൂടി പുറത്തു വന്നതിന് ശേഷം ശക്തമായ സമരത്തിന് ഇന്നലെ BRCയുടെ ഓഫീസ് തുറക്കുവാൻ പോലും സമ്മതിക്കാതെ ഞങ്ങൾ രാവിലെ മുതൽ സമരം നടത്തിയിട്ടുണ്ട്. പിന്നീട് യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ഗ്രാം MDMA ഒരു വടകര സ്വദേശിയായ സഫാനിൽ നിന്ന് പിടിക്കപ്പെടുകയാണ്. സാധാരണ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴായിട്ട് വാർത്തകൾ കേൾക്കാറുണ്ട്. പോലീസ് കാര്യക്ഷമമായി ഈ തൂഫാൻ നടപടിയുമായി ബന്ധപ്പെട്ട് ഈ സഫാനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇത് പിന്നീട് കീർത്തന എന്ന് പറയുന്ന അധ്യാപികയിലേക്ക് എത്തുന്നത്. അക്കൗണ്ട് പരിശോധിച്ച സമയത്ത് കീർത്തനയുമായി സാമ്പത്തിക ഇടപാട് സഫാന് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് കീർത്തന എന്ന് പറയുന്ന അധ്യാപികയുടെ അക്കൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് മറ്റ് അധ്യാപികമാരായിട്ടുള്ള കാവ്യ, ഇന്നിപ്പോ പിടിക്കപ്പെട്ടിട്ടുള്ള നീഷ്മ, ഇവരിലേക്കൊക്കെ എത്തിച്ചേരുകയാണ്. അപ്പോ സഫാൻ എന്ന് പറയുന്ന ഈ ഒരു 2 ഗ്രാം MDMA കാരിയർക്ക് ഇവരുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി. ഇപ്പോൾ പോലീസ് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വെറും ഇടനിലക്കാർ മാത്രമല്ല, കൃത്യമായി ഇതിന്റെ ഏജന്റുമാരാണെന്നാണ്. കാരണം 2000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ആളുകൾക്ക്, എന്ന് വെച്ചാൽ ഇത് ആവശ്യമുള്ള ആളുകൾ 2000 രൂപ ഈ ടീച്ചർമാരുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണ്. ആ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇവര് ഗൂഗിൾ ലൊക്കേഷൻ അവർക്ക് വാട്സപ്പിലൂടെ കൈമാറുകയാണ്. എന്ന് വെച്ചാൽ എവിടെയാണോ MDMA വെച്ചിട്ടുള്ളത് ആ ഗൂഗിൾ ലൊക്കേഷൻ ഇവർ കൈമാറുകയാണ്. എന്ന് പറഞ്ഞാൽ അധ്യാപികമാരായി BRCയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാരുമായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ നിയമനങ്ങളാണ്. BRCയിൽ നടക്കുന്ന സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാരായാലും BRC ട്രെയിനർമാർ, ഇതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണ്. ആ നിയമനങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് നടത്തിയ രാഷ്ട്രീയ നിയമനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ജോലിയിൽ കയറിയിട്ടുള്ളത്. ഇപ്പോ ഒന്നാമത്തെ ആള് പിടിക്കപ്പെട്ട സമയത്ത് നമ്മൾ BRCയിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് പിന്നെ എങ്ങനെയോ വന്നു ചേർന്നതാണ്, വേറൊരാളും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പിടിക്കപ്പെട്ട സമയത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ന് മൂന്നാമത്തെ ആളും പിടിക്കപ്പെട്ട സമയത്ത് BRCയിലെ ഉത്തരവാദപ്പെട്ട എല്ലാ ആളുകളെയും BPCA ഉൾപ്പെടെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടി മാത്രമാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരത്തിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും. നാളെ മുതൽ BRC ഓഫീസ് തുറക്കാൻ കഴിയാത്ത രീതിയിൽ ശക്തമായ യുവജന പ്രതിരോധത്തിന് യൂത്ത് കോൺഗ്രസും KSUവും നേതൃത്വം കൊടുക്കുമെന്നാണ് പറയാനുള്ളത്. മായ പ്രതിഷേധങ്ങൾ അരങ്ങേറുമ്പോഴും ഇതിനു മുമ്പും ഇതുപോലുള്ള അധ്യാപകർ ഇവിടെ ഉണ്ടായിരിക്കാം. അത് കുട്ടികളെ ഭാവിയെ പോലും വലിയ തരത്തിൽ തുലാസിൽ കെട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ വലിയൊരു മാറ്റം അവർക്കിടയിൽ ഉണ്ടാകുന്ന തരത്തിൽ വ്യാപിക്കുമെന്നൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവര് സ്പെഷ്യലിസ്റ്റ് അധ്യാപകമാരായിട്ടുള്ള ആളുകൾ BRCയുടെ കീഴിലാണെങ്കിൽ പോലും ഇപ്പൊ ഇന്ന് പിടിക്കപ്പെട്ട ആള് ഞങ്ങളുടെ ചങ്ങരത്തുള്ള പഞ്ചായത്തിലെ ഓട്ടിസം സെന്ററിലെ അധ്യാപികയാണ്. അപ്പോൾ ഓട്ടിസം സെന്ററിലേക്ക് വരുന്ന വിദ്യാർത്ഥികളായാലും അവരുടെ രക്ഷിതാക്കളായാലും ഈ രക്ഷിതാക്കളൊക്കെ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളായിരിക്കും. കാരണം ഓട്ടിസം രോഗിയായ മകനെയൊക്കെ അല്ലെ മകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് വന്ന ആളുകൾക്ക് മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അവരെയൊക്കെ തന്നെ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും, നേരത്തെ പിടിക്കപ്പെട്ട കീർത്തന എന്ന് പറയുന്ന അധ്യാപിക ഒരു കായിക അധ്യാപികയാണ്, സൂംബയുടെ പ്രത്യേക ട്രെയിനറാണ്. അപ്പൊ അവരൊക്കെ വിദ്യാലയങ്ങളിലേക്ക് പോവുകയാണ്. കായണ്ണ പഞ്ചായത്തിലെയും പേരാമ്പ്ര പഞ്ചായത്തിലെയും ചങ്ങരോത്ത് പഞ്ചായത്തിലെയും ഒക്കെ വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളുണ്ട്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ കടന്നു നിന്ന് അവരുമൊക്കെ പ്രത്യേക ചങ്ങാത്തം രൂപീകരിച്ച് അവരിലേക്കൊക്കെ തന്നെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വിദ്യാർത്ഥികളിലേക്കൊക്കെ തന്നെ ഇതിന്റെ ഒരു കണ്ണികൾ അത് വലയം ചേർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക്, UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൃത്യമായ കൗൺസിലിംഗ് നൽകിക്കൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. കാരണം ഇവര് ഇതിന്റെ ഏജന്റുമാരായിരിക്കുന്ന സമയത്ത് ഇവരിത് വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു എന്നാണ് അറിയുന്നത്. ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴായി, വർഷങ്ങളായി, കഴിഞ്ഞ 10 വർഷക്കാലമല്ല അതിനു മുമ്പൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ MDMA ആയാലും കഞ്ചാവൊക്കെ. പക്ഷെ അതിൽ പിടിക്കപ്പെടുന്ന ആളുകൾ 1-2 ആഴ്ചത്തെ ശിക്ഷ കഴിഞ്ഞ് റിമാൻഡ് കാലാവധി അല്ലെങ്കിൽ ചെറിയ 1 മാസത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും കച്ചവടം നടത്തുകയാണ്. എന്തായാലും ഈ തൂഫാന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് ഇത് കാര്യക്ഷമമായിട്ടാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഗൗരവതരമായിട്ടുള്ള ഇടപെടലേക്ക് വരണമെങ്കിൽ കൃത്യമായി കുട്ടികളിലേക്ക് കൂടി ഇതിന്റെ അന്വേഷണം കൊണ്ടുവന്ന് കൗൺസിലിംഗ് നടത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇതിന്റെ അവസാനത്തെ കണ്ണിയെ വരെ അറുത്ത് മാറ്റുന്ന രീതിയിലേക്കുള്ള നടപടികളുമായിട്ട് ആഭ്യന്തര വകുപ്പും അതിനനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഒരു കാര്യം കൂടെ, ഇതിന്റെ തുടക്കം, അതായത് ഈ അന്വേഷണത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? കാരണം കുട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ അധ്യാപകർ, ഏറ്റവും കൂടുതൽ അധ്യാപകർക്കിടയിലാണ് കുട്ടികൾ വളരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളിലുള്ള ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ അധ്യാപകർക്കിടയിൽ തന്നെയാണോ ഇവർക്കെതിരെയുള്ള ഒരു സംശയം ഉടലെടുത്തത്?
ഈ അധ്യാപികമാരായിട്ടുള്ള ഇതിപ്പം വടകരയിലെ MDMA കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അന്വേഷണം വന്നതെങ്കിൽ പോലും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട കീർത്തന എന്ന് പറയുന്ന അധ്യാപിക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവര് സൂംബ ഡാൻസിന്റെ പ്രത്യേകമായിട്ടുള്ള ട്രെയിനറാണ്. ഒരു വിദ്യാലയത്തിൽ, ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഒരു ക്യാമ്പ് നടക്കുന്ന സമയത്ത് സൂംബ ഡാൻസ് പ്രാക്ടീസ് അവർ ട്രെയിൻ ചെയ്യാണ്. ആ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ നിന്ന് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പോക്കറ്റിൽ നിന്നോ അരയിൽ നിന്നോ മറ്റോ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ അത് കഞ്ചാവാണോ സിഗരറ്റാണോ നമുക്കറിയില്ല, എന്നാലും സിഗരറ്റ് പിന്നെ കുട്ടികളുടെ മുന്നിൽ സ്റ്റേജിലേക്ക് നിലത്തേക്ക് വീഴുകയാണ്. അപ്പൊ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ BRC-യിൽ BPC-ക്കൊക്കെ ഇതിനു മുമ്പ് അധ്യാപകർ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ സ്കൂളിലേക്ക് എത്തുന്ന ഈ ടീച്ചർമാരൊക്കെ തന്നെ പകൽ സമയത്ത് സ്കൂളിലേക്ക് രാവിലെ 10 മണിക്ക് എത്തി അവിടെ ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിയോഗിക്കപ്പെട്ട ക്ലാസ്സുകളിൽ ആ കുട്ടികൾക്ക് മുന്നിൽ ഉറങ്ങിപ്പോകുന്ന കാഴ്ച പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല സമയത്തും ഉറങ്ങുകയായിരിക്കും, അല്ലാത്ത സമയത്ത് ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ ഫോൺ കോളിലായിരിക്കുമെന്നാണ് അധ്യാപികമാരും അധ്യാപകരും ഒക്കെ ഈ ഒരു സമയത്ത് നമ്മൾ അന്വേഷിച്ച സമയത്ത് പറയുന്നത്. ആ സമയത്ത് തന്നെ BPC-യിലേക്കൊക്കെ BRC-യിലേക്ക് നമ്മൾ പരാതി കൊടുത്തിരുന്നു, അധ്യാപകന്മാരും അധ്യാപകരൊക്കെ തന്നെ. ആ പരാതിയെ കുറിച്ചൊന്നും തന്നെ കാര്യക്ഷമമായ അന്വേഷണം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും അവസ്ഥയിലേക്ക് ഇപ്പം 3-4 വർഷം കഴിയുന്ന സമയത്താണ് ഇവരെ പിടിക്കപ്പെടുന്നത്. അപ്പൊ എന്തായാലും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പെരുമാറ്റം അന്ന് BRC അധികൃതരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും സമയം ഇവരെയൊക്കെ പിടിക്കപ്പെടാൻ വൈകിയതെന്നാണ് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.